ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ 15-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് 16-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പ്രധാനപ്പെട്ടൊരു അധ്യായം തന്നെയാണ്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറയുന്ന 16-ാമത്തെ അധ്യായം. ശ്ലോകസംഖ്യ കൊണ്ട് ചെറിയ അധ്യായമാണ്. 24 ശ്ലോകങ്ങളെ ഈ അധ്യായത്തിൽ വരുന്നുള്ളൂ. കഴിഞ്ഞ അധ്യായത്തിൽ അതിമനോഹരമായ ഒരുപാട് ശ്ലോകങ്ങൾ, വളരെ കൽപ്പനകളെ കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന തത്വത്തെ അതിമനോഹരമായ കൽപ്പനകളെ കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, അതിൻ്റെ അവസാന യാത്ര എങ്ങനെയാണോ വായു പുഷ്പത്തിൽ നിന്ന് അതിൻ്റെ കാറ്റ് ഗന്ധത്തെ എടുത്തു കൊണ്ടുപോകുന്നത്. വായുഹു ആശയാത് ഗന്ധാനിവ. ആശയിൽ നിന്ന് ആശയാത് എന്നുള്ളതാണ് പുഷ്പത്തിന് അവിടെ നൽകിയിരിക്കുന്ന പേര് തന്നെ. നമ്മുടെയും ആശകളുണ്ട്. നമ്മുടെ ഒരുപാട് ആശകളാണ് കൊണ്ടുപോകുന്നത്. വാസ്തവത്തിൽ പൂക്കൾ വൈവിധ്യങ്ങളായിട്ടുള്ള പൂക്കളാണ്, മനുഷ്യർ വൈവിധ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂവിൻ്റെ ഗന്ധവും വൈവിധ്യങ്ങളാർന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെ വാസനകൾ, ആഗ്രഹങ്ങളാകുന്ന നിറവേറ്റപ്പെടാത്ത വാസനകൾ, എങ്ങനെ വായു സുഗന്ധം പുഷ്പത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു, അതുപോലെ നമ്മുടെ മരണാനന്തരം നമ്മുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ കൊണ്ടുപോകുന്നു. വീണ്ടും ആ ആഗ്രഹങ്ങൾക്കനുസൃതമായ ഒരു ജീവിതം നമ്മൾ തുടരുന്നു. ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. പല വിധത്തിലും നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് അതിനെ സാധൂകരിക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. തുടർന്ന് ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ക്ഷരപുരുഷനെയും അക്ഷരപുരുഷനെയും ഉത്തമ പുരുഷനെയും അവതരിപ്പിച്ചു. മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം ക്ഷരപുരുഷന്മാരാണ്. ഓരോ ജീവനിലേക്ക് ജീവചൈതന്യമായി കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക ഇത്യാദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജീവനെന്ന ഒരക്ഷരപുരുഷൻ, ആ ജീവനും അധിഷ്ഠാനമായിട്ടുള്ള പരബ്രഹ്മം എന്ന് പറയുന്ന ഉത്തമ പുരുഷൻ. ഇങ്ങനെ 3 പുരുഷന്മാരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ഈ ധർമ്മത്തെ നീ നന്നായി അനുസന്ധാനം ചെയ്യൂ എന്നൊക്കെയുള്ള സ്നേഹോപദേശത്തോടെ ആ അധ്യായം ഉപസംഹരിക്കപ്പെട്ടു. തുടർന്ന് ഈ അധ്യായം ദൈവീ സമ്പത്തിൻ്റെ വിവരണമാണ്. ആദ്യം ഇതിലെല്ലാം വരുന്നുണ്ട്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ്. ആസുരി സമ്പത്തും ദൈവസമ്പത്തും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ 26 ദൈവീ സമ്പത്തിനെ അവതരിപ്പിക്കുക. എത്ര എണ്ണം നമുക്ക് ഇന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് 3 ശ്ലോകങ്ങളെ ചൊല്ലിയിട്ട് എത്ര വരെ പറ്റുമോ അത്ര നമുക്ക് നോക്കാം. ഈ അധ്യായം ആരംഭിക്കുന്നത് അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയല്ല, മറിച്ച് ഭഗവാൻ തന്നെ അർജുനനോട് പറയും. അപ്പോൾ ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധി
ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാ ഭൂതേഷ്വലോലുപ്തം മാർദ്ധവം ഹ്രീരചാപലം തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിതാ ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. ഹേ ഭാരത, അല്ലയോ അർജുന, ഭഗവാൻ വിസ്തരിക്കുക. എന്തൊക്കെയാണ് ദൈവീ സമ്പത്ത്? ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, സ്വജീവിതത്തിൽ അനിവാര്യമായി നമുക്ക് വേണ്ടതാണ്. നമുക്കത് ഇല്ല എന്നുള്ളത് ഒരു കുറവായി കാണേണ്ട, ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്നും അങ്ങേയറ്റ അപ്രായോഗികമായിട്ടുള്ള ഒന്നും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ പറയുന്നത് അഭയം, ഭയമില്ലായ്മ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്? ഏത് ഭയക്കേണ്ടതില്ല? ഒരു ഭയമൊക്കെ വേണം എന്ന് നമ്മൾ സാധാരണ ഈ കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ പറയാറുണ്ട്. ഒരു പേടി വേണടാ എന്ന് പറയും. വാസ്തവത്തിൽ എന്തിനെയാണ് ഭയക്കേണ്ടത്? ഭയം എന്നതും ശ്രദ്ധ എന്നതും രണ്ടാണ്. അപ്പം പാമ്പിനെ ഭയം വേണ്ടേ എന്ന് ചോദിച്ചാൽ പാമ്പിനും പേടിയല്ല വേണ്ടത്. അങ്ങനെയുള്ള ജീവജാലങ്ങളോട്, അത് ഏതാണെങ്കിലും, എന്താണ് അതിനോട് വേണ്ടത്? നമ്മൾക്കൊരു കരുതൽ, ശ്രദ്ധ, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഭയമല്ല. ഭയം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം ഭയം പൂർണ്ണമായും നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. ഭയം, ഈശ്വരനെ ഭയം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മണ്ടത്തരമാണ്. ലോകത്തിൽ ഭയക്കേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. നിങ്ങളോട് ചിലരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഈശ്വരനെ പേടിക്കണം. ഈശ്വരൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. അഭയം, ഭയമില്ലായ്മ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഗ്രൂപ്പ് ആളുകളുമായിട്ട് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അതിൽ പറശ്ശിനിക്കടവ്, അതുപോലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള പല ക്ഷേത്രങ്ങളും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ സൗത്തിലുള്ളവർക്ക് നോർത്തിനെ കൂടുതൽ അടുത്തറിയുക, സംസ്കാരത്തെ കൂടുതൽ അറിയുക, ക്ഷേത്രങ്ങളുടെ ഒരു കാര്യം, പല കാര്യങ്ങൾ ആളുകളുടെ വളരെ ശ്രദ്ധയിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരുടെ അഭിപ്രായങ്ങൾ. ഒന്ന്, ക്ഷേത്രങ്ങൾ, നമ്മൾ തൊഴാൻ പോകുന്ന ക്ഷേത്രം, ഇപ്പോൾ കണ്ണൂർ ബൈദ്യനാഥ ക്ഷേത്രം, ഒരുമാതിരി എല്ലാ ക്ഷേത്രങ്ങളും വളരെ ശാന്തമാണ്. നമുക്കവിടെ ആ പോകുന്ന വഴി, ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജാതി ബഹളങ്ങൾ, വെടിക്കെട്ട്, ഇങ്ങനത്തെ ഏടാകൂടങ്ങളൊന്നുമില്ലാത്ത ശാന്തമാണ്. ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ശാന്തി, വിശ്രാന്തി, ഒരു ശീതളിമ, അന്തശീതളിമ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഈ ഭാഗത്ത് അയ്യോ ഒരു രക്ഷയില്ല. ഇത് രണ്ടും ഇവിടെ ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിച്ച ഒന്നാണ്. ഈ എന്താ ഇതിപ്പോൾ പറയാൻ ഓർമ്മ വരാൻ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അഭയം എന്ന് പറയുന്ന ഒന്നാണ്. ഭയമില്ലായ്മ.
നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ പോകണം, പോവാത്തവർ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവിടെ നിങ്ങൾ കാണും. നമ്മൾ ഇവിടെ ഒട്ടുമിക്ക ആളുകൾക്കും, പലർക്കും, എല്ലാവർക്കും അല്ല, പലർക്കും കുട്ടികളെ ഈ ചോറൂണ് എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുപോയി ഗുരുവായൂർ നടയിലിരുത്തി ചോറൂൺ, ചോറ്റാനിക്കര, പല ഗുരുവായൂരിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ്. അങ്ങനെ അവർ സങ്കല്പിക്കാറൊക്കെ ഉണ്ട്. ആൺകുട്ടിയാണെങ്കിൽ ഗുരുവായൂർ കൊണ്ടുപോകും, പെൺകുട്ടിയാണെങ്കിൽ ചോറ്റാനിക്കര കൊണ്ടുപോകും, അങ്ങനെയൊക്കെയുള്ള ഓരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞു വന്നത്, ഈ ചോറൂണിൻ്റെ സമയത്ത് അവിടെ ഭയങ്കര കൂട്ടക്കരച്ചിലുകൾ കാണാം. കുട്ടികൾ ഇങ്ങനെ വില്ല് പോലെയൊക്കെ ആവും അവിടെ ഇത് കൊണ്ടുവരുന്ന ആളെ കാണുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിയുടെ അച്ഛൻ്റെയോ കുട്ടിയുടെ അമ്മാവൻ്റെയോ അമ്മയുടെയോ ആരുടെങ്കിലുമൊക്കെ മടിയിലൊക്കെ ഇരുത്തിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. എന്നാൽ പോലും ഭയങ്കര ബഹളവും ഇതൊക്കെ കാണാം. കുട്ടികൾക്ക് അപരിചിതരൊക്കെ ആയിട്ടുള്ളവരെ കാണുമ്പം അവിടുത്തെ ആ ഇത്, പിന്നെ ഇതിനെ ഉടുപ്പിച്ചിരിക്കുന്ന പട്ടുകോണകവും അല്ലെങ്കിൽ ആ ഇതും എല്ലാം കൂടെ അതൊക്കെ എടുത്ത് വലിച്ചത് കീറിയെറിയും, വലിച്ചെറിയും. അതിന് ഭയങ്കര അസ്വസ്ഥതയാണ് കുട്ടികൾക്ക്. ഇതെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തിക്കഴിഞ്ഞാൽ പാവം കിടന്നുറങ്ങിക്കോളും നന്നായിട്ട്. നമ്മൾ ഈ ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക്, അവിടെ പറശ്ശിനിക്കടവ് അല്ലാതെ ഒരു മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനം ഇരിക്കുന്നിടത്തേക്ക് ഞങ്ങളപ്പോൾ അവിടെ ഈ വെള്ളാട്ടും ചോറൂണും നടക്കുന്ന സമയമാണ്. ചോറൂണ് കഴിഞ്ഞിട്ടാണ് വെള്ളാട്ട്. അപ്പോൾ ചോറൂണിന് വൻ ക്യൂ ആണ്. ഈ കുട്ടികളെ ഇങ്ങനെ എടുത്തിട്ട് രക്ഷിതാക്കൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ഞങ്ങളതിനെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മുത്തപ്പൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഭയാനകമായിട്ടുള്ള ഒന്നാണ്. കുട്ടിയല്ല, ചിലപ്പോൾ പരിചയമില്ലാത്തവർക്ക്, തെയ്യം രൂപങ്ങളൊന്നും കണ്ട് പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് അത് കാണുമ്പം ചിലപ്പോൾ ഭയപ്പാടുണ്ടാക്കുന്നതാണ്. അത് വളരെ കാഴ്ചയിൽ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സൗമ്യമായ ഒരു ഭാവമായിട്ടല്ല പുതിയൊരാളെ സംബന്ധിച്ച്. അതിൽ സൗമ്യമൊക്കെ ഉണ്ട്, സൗമ്യവും ശാന്തവും അനുഗ്രഹബുദ്ധിയുള്ളതാണ് ഈ മുത്തപ്പൻ. പക്ഷെ വലിയ അതിൻ്റെ മുടി എന്ന് പറയുന്ന കിരീടവും, പിന്നെ നാവൊക്കെ വലിയ നാവാണ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്തിട്ടുള്ള സിൽവറിൻ്റെ 2 ഗോളങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഈ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിയ തൂങ്ങുന്ന നാവും ഈ അടച്ചു വെച്ചിരിക്കുന്ന സിൽവർ ഗോളകങ്ങളായിട്ടുള്ള ഈ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു ഭയപ്പാടുണ്ടാവും. കുട്ടികൾ അടുക്കൂല ഈ രൂപത്തിൻ്റെ അടുത്തേക്ക്. എന്നാൽ ഒരു കുട്ടി പോലും ഒരു കരച്ചിലോ ഭയപ്പാടോ ഒന്നുമില്ലാതെ വളരെ ഇങ്ങനെ എന്താ പറയുക, അവരുടെ സ്വന്തം മുത്തപ്പൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര രസമാണ്. അതായത് മുത്തപ്പൻ എന്ന് പറയുന്നത്, മുത്തപ്പനെ സംബന്ധിച്ച് കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യവും ചരിത്രവും പറയുമ്പോൾ പല ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഈശ്വരൻ്റെ, പരമശിവൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യത്തിൻ്റെ, ഭഗവാന്റെ പ്രതിരൂപമാണ് മുത്തപ്പൻ്റെ ഭാവത്തിലാണ്. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ. ബാക്കി പല കഥകളുണ്ട്. നിങ്ങൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. എന്തൊക്കെയായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുത്തപ്പൻ ഈശ്വരനാണ്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഈശ്വരൻ, കാരണം ആരാണോ മുത്തപ്പനായി ഇപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ ഒരു തന്ത്രി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അച്ഛൻ്റെ സ്ഥാനമൊക്കെ വഹിക്കുമല്ലോ. കാരണം അതിന് പ്രാണനേകുന്ന
പ്രാണപ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ തന്ത്രി ഈശ്വരൻ്റെ അച്ഛനാണെന്നാണ്. അപ്പോൾ തന്ത്രി അകത്ത് കയറുമ്പോൾ ഈശ്വരൻ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ ഉള്ളതാണ് സങ്കല്പം. കാരണം വലിയ ആളാണ്, സങ്കല്പമാണ്. അല്ല, തന്ത്രി ഈശ്വരൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ മൊത്തം കോംപ്ലിക്കേഷൻ ആവും. ഈ വിവരമില്ലാത്ത ഒരാളാണ് ഇങ്ങനെ കേൾക്കുന്നതെങ്കിൽ ഈ ചില ആൾക്കാർക്ക് ഈ അല്പന അധികാരം കിട്ടുക എന്ന് പറഞ്ഞ പോലത്തേക്ക് അവസ്ഥയാവും. ഇരിക്കട്ടെ, പണ്ട് നമ്മുടെ നൗഷൻ ഇന്ദ്രനായതുപോലെയാവും. അതാണ് പ്രശ്നം. പറഞ്ഞു വരുന്നത്, ഈ മുത്തപ്പനായി ആ മുടിയും എല്ലാം കൊണ്ട് ആ വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള ചില ധ്യാനവും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഇല്ല അവിടെ, പിന്നെ അതുമായിട്ടുള്ള താതാത്മ്യപ്പെടല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ ആള് സംസാരിക്കുന്നതൊക്കെ അത് നമ്മുടെ ഇതിൽ ഋഷിപ്രോക്തം എന്ന് പറയുന്നത് അതാണ്. വ്യക്തിയും തത്വവും ഒന്നായി ചേരുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്നത്, അതിനെയാണ് ഈ മന്ത്രങ്ങൾ എന്നൊക്കെ പറയുക. അതുകൊണ്ടാണ് ഇത് വ്യക്തിയാധിഷ്ഠിതമല്ല, മറിച്ച് തത്വാധിഷ്ഠിതമാണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ ഈ മുത്തപ്പൻ കുട്ടിയുടെ പാരൻസിനോട് ചോദിക്കും പേരെന്താ എന്ന് ചോദിക്കും. എന്നിട്ട് അങ്ങനെ പേര് വിളിക്കും, പേരൊക്കെ വിളിക്കും. അങ്ങനെ മൂപ്പരുടെ ഒരു ശൈലിയിൽ പേരൊക്കെ വിളിച്ച് ചോറ് വായിൽ വെച്ച് കൊടുത്ത് പിന്നെ ഒരനുഗ്രഹമൊക്കെ കൊടുത്ത് അതിനെ. അപ്പോൾ ഈ അത്രയും തിരക്കും ഇതുകൊണ്ട് നമ്മളവിടെ കുറേ സമയം ചിലവഴിച്ചു. ഒരു കുട്ടി പോലും ഒരു ഭയപ്പാടോട് കൂടിയിട്ട് പോവാൻ മടിയായിട്ട്, സാധാരണ കുട്ടികളെയൊക്കെ കൈ നീട്ടിയ വേഷമൊന്നും അല്ലാതെ നല്ല വേഷത്തിൽ തന്നെ നല്ല സാരിയിലും ഷർട്ടിലും ഒക്കെ കൈ കാണിച്ച കുട്ടികൾ പോവാത്ത കുട്ടികളാണ്. ഇതിന് യാതൊരു ഇതുമില്ലാതെ സൗമ്യരായി ശാന്തരായി ചിരിച്ചും കൊണ്ട് അങ്ങനെ മുത്തപ്പനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഓരോന്നും കാഴ്ചകൾ കാണുന്നത്, അത് നമ്മളിങ്ങനെ അവിടെ മാറി നിന്ന് അത്ഭുതത്തോടു കൂടി നിരീക്ഷിച്ചു. അത്ഭുതത്തോടു കൂടി അങ്ങനെ ഞങ്ങളവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ഡോസായിട്ട് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരു കുട്ടിയെ ചോറൂണ് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാക്കും ഈ കുട്ടി മുത്തപ്പനെ കാണുമ്പം വില്ലുപോലെ ആവുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പം ഞങ്ങളുടെ ഒരു നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ജനറ്റിക്കായിട്ട് തന്നെ കുട്ടിയുടെ അമ്മ, കുട്ടിയുടെ അച്ഛൻ ഒക്കെ ഈ രൂപത്തെ കാണുകയും ആരാധിക്കുകയും അവരിൽ ഈ രൂപത്തോടുള്ള ഒരു പ്രത്യേക ഭാവമുണ്ട്. ആദരവിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരു തന്നിൽ നിന്ന് അന്യമായതല്ലാത്ത ഒരു ചേർത്ത് വയ്ക്കലിൻ്റെ ഒന്നുണ്ട്. അത് പാരമ്പര്യത്തിലൂടെ. അപ്പം നമുക്ക് ഈ കുട്ടികൾ ഇങ്ങനെ എന്തുകൊണ്ട് ഈ രൂപം കണ്ടിട്ട് ഒരു ഭയപ്പാടും കുട്ടികളിൽ ഉണ്ടാകുന്നില്ല? അത് നമ്മുടെ മുന്നിലെ വലിയ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് തൽക്കാലമായിട്ടുള്ള നമുക്ക് കിട്ടിയ ഉത്തരം, സ്വയം ഞങ്ങളവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജനറ്റിക്കാണ്. ഒന്ന്. രണ്ട്, അതൊരു എന്താ പറയുക, നമ്മളിപ്പോഴത്തെ പുതിയൊരു ഭാഷയാണല്ലോ, പുതിയ ഭാഷയല്ലെങ്കിലും വൈബ് എന്ന് പറയുന്നത്, അതിന് ഷോർട്ട് ഫോം ചെയ്ത് വൈബ് എന്ന് പറയും, മുത്തപ്പൻ വൈബ്. അപ്പോൾ ഈ മുത്തപ്പൻ വൈബ് അതൊരു സംഭവം തന്നെയാണ്. നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളൊരു ഞായറാഴ്ചയാണ് ഈ ആരുടെ സ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ചോറൂണ് നടക്കുക. അവിടെ ഞായറാഴ്ചയാണ് അതിൻ്റെ ഒരു രാവിലെ, അത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ നിരീക്ഷിച്ച വേറൊരു കാര്യമുണ്ട്. അത് നിങ്ങളോട് പറയുമ്പോൾ അതിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു സംഘാടകനോട് ഈ കാര്യത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ, കാരണം കുട്ടിക്കാലത്ത് നമ്മൾ മുത്തപ്പൻ പറശ്ശിനിക്കടവിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്, നമുക്കറിയാം. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. അവിടുന്ന് ഈ മുത്തപ്പൻ്റെ അവിടുന്ന് നമുക്ക് കിട്ടുന്ന പ്രസാദം, ഉച്ചയ്ക്ക് ചോറ് തരും. അതുപോലെ അതല്ലെങ്കിൽ കടല, പുഴുങ്ങിയ കടല, അതിൻ്റെ കൂടെ നാളികേരത്തിൻ്റെ പൂള്, നന്നായിട്ട് ചെത്തിയിട്ടിട്ടുള്ള നാളികേരം ഇതാക്കിയിട്ടുള്ള പൂളുക എന്നാണ് പറയുക നമ്മൾ അതിനെ. നാളികേരം അങ്ങനെ ഒരു നല്ല നീളത്തിൽ നൈസായിട്ട് ചെത്തിയിട്ടുള്ളതാണ്. അതും കൂടെയാണ് തരുന്നത്. പണ്ട് കാലത്ത് ചുട്ട മത്സ്യം, ഉണക്കൽ മത്സ്യമൊക്കെ കൊടുക്കാറുണ്ട്, പണ്ട്, വളരെ പണ്ട്. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ ഈ പണ്ട് വളരെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തും പോയിട്ടുണ്ട്.
യുവാവായിരിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ട്. മുത്തപ്പൻ ക്ഷേത്രം നമ്മളെ ആകർഷിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് കാരണങ്ങളെ കൊണ്ട്. മുത്തപ്പൻ ഒരു ജനകീയനാണ്. മുത്തപ്പന് ജാതി, മതം, ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഏടാകൂടങ്ങളെ മുത്തപ്പൻ താലോലിക്കുന്നില്ല. എല്ലാ ഏടാകൂടങ്ങളെയും തച്ചുടയ്ക്കുന്നതിനാണ് മുത്തപ്പൻ അവതരിക്കുന്നത് തന്നെ. അതാണ് മുത്തപ്പൻ്റെ അവതാരത്തിൻ്റെ ചരിത്രം പറയുന്നത്. എല്ലാ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതിനെയൊക്കെ തച്ചുടയ്ക്കുന്നതായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ആളുകൾ ഞങ്ങളപ്പോൾ ഈ ചോറൂണൊക്കെ നിരീക്ഷിച്ച് അടുത്ത വെള്ളാട്ടിന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങളൊരു ചായയൊക്കെ കുടിച്ച് വരും. എന്നിട്ട് ഒരു 12 മണിയാകുമ്പോൾ 12-12:15 വരെ 12 മണിക്ക് ഇത് കഴിഞ്ഞപ്പോൾ വെള്ളാട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചായ കുടിക്കാം, എന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ച ഒരു കാര്യമാണ്, അപ്പോൾ ഈ ചായക്ക് അവർ പ്ലേറ്റിൽ നമുക്കിതുപോലെ കടല, പയർ അങ്ങനെ എന്തെങ്കിലുമാണ്. ഞങ്ങൾക്ക് അന്ന് അവിടുന്ന് തന്നത് ഇതാണ്, നമ്മുടെ രാജ്മ പോലത്തെ വേറൊരു പയറാണ്. അതാണ് പുഴുങ്ങിയത്. അത് നല്ല ഇതിലാണത്. കൂടുതൽ മസാലകളോ മറ്റുള്ള കാര്യങ്ങളില്ലാതെ ഏറ്റവും നല്ല, ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനമാണ്. അതൊരു പ്ലേറ്റിൽ തരുന്നു, ഒരു ഗ്ലാസ് ചായയും തരും. ഇത് പ്രസാദമാണ്. നമ്മൾ അവിടെ ശ്രദ്ധിച്ച് എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ വളരെ ഒരു 1-2 പയറൊക്കെയാണ് പലരും കഴിക്കുന്നത്. ബാക്കി അങ്ങനെ തന്നെ കൊണ്ടുപോയി പ്ലേറ്റ് കഴുകി വെക്കണം, പ്ലേറ്റും ഗ്ലാസും അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, വേസ്റ്റായിട്ട് കളയുകയാണ്. അത് നമ്മളിങ്ങനെ നിരീക്ഷിച്ചു, ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്നത്തെ കേരളത്തിന് ഈ പറഞ്ഞപ്പോൾ 1-ാം തീയതി സമ്പൂർണ്ണ ദാരിദ്ര്യമുക്തമാകുന്ന ഒരു കേരളത്തെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ചേർത്ത് വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിലെ പോസിറ്റീവും നെഗറ്റീവും കാണുന്നത് ഇതാണ്. ഇന്ന് പണ്ടൊക്കെ അത് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് വിശപ്പടക്കിയിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇത് വേസ്റ്റാക്കി കളയാൻ യാതൊരു മടിയില്ലാതെ അത് കൊണ്ടുപോയി. അപ്പം നമ്മൾ ആ സംഘാടകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ കൊടുക്കരുത്, വളരെ ഒരു 2 മണി ഇട്ട് കൊടുക്കാവൂ, വേണ്ടവർ ആവശ്യത്തിന് ഇതാക്കുക, അത് കളയരുത്. അന്നം നിന്ദ്യ തദ് വ്രതം എന്നൊക്കെ അവിടെ എഴുതി വെക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താ ചെയ്യുക, ആളുകൾ ഇങ്ങനെ പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പരാതി ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നു, എന്താ ഇതിന് കുറേ ആളുകൾക്ക് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ അതിനെ എന്താ പറയുക, ഒരു മണി പോലും താഴെ അവിടെ ഇവിടെയും കാണുകയും അത് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് മെനക്കെട, അങ്ങനെ വീണ്ടും ഒന്നും തരുമൊന്നുമില്ല. കാരണം അത് അത്രയും ഡിമാൻഡായിരുന്നു അളന്ന് മുറിച്ചത്. ഇന്നതല്ല. ഇന്ന് അവിടേക്ക് വരുന്നതിനെ വയറ് പ്രശ്നമൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം പണ്ട് അത് കിട്ടാൻ വേണ്ടി പോയിരുന്നവരുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. പറഞ്ഞു വന്നത്, ഈ അഭയം എന്നുള്ളത് അത് നമ്മളിലേക്ക് കയറിക്കൂടുന്ന ഈ ചെറിയ കുട്ടികളിൽ നമ്മൾ ഇത് അവിടെ നിരീക്ഷിച്ച സമയത്ത് വാസ്തവത്തിൽ കുട്ടികൾക്ക് ഭയപ്പാടെടുക്കേണ്ടുന്ന ഒരു ചുറ്റുപാടാണ് വേണമെങ്കിൽ പറയാം. അവിടെ ഈ കൊട്ടുന്നതും ഈ പറഞ്ഞ വെള്ളാട്ടിൻ്റെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ, ഇതേപോലെ തെയ്യം കാണുകയാണെങ്കിലും ഉണ്ട് കുട്ടികൾക്ക്. ഞങ്ങൾ തെയ്യം കാണാനും പോയിരുന്നു. അപ്പോൾ ഒരു ചെടുങ്ങൻ ചോദിക്കുക, തെയ്യം എന്താ വരാത്തതെന്ന്. അവന് ഭയങ്കര ആവേശം ഇതുകൊണ്ട് വന്ന അതിൻ്റെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാലോ, ഉക്കൻ മുടിയെന്ന് പറയുന്ന ആ കിരീടം, അത് പോകുന്നതും അതിങ്ങനെ കറങ്ങുന്നതും ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്കൊക്കെ വരികയെല്ലാം ചെയ്യുമല്ലോ, യാതൊരു പ്രശ്നവുമില്ല. ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടിയായി ഗർഭിണികളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി
പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്, നിർഭയത്വം അനിവാര്യമാണ് അവരിൽ എന്നൊക്കെ പഴയ ആളുകൾ ഇവരൊക്കെ നമ്മളെ ഉപദേശിക്കുന്നതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒന്ന് അതാണ്. ഈ പറഞ്ഞ ഏത് ജീവജാലങ്ങളോടാണെങ്കിലും അതിനെ ശ്രദ്ധാപൂർവം അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് ഭയം എന്നല്ല, വികാരം നമുക്ക് ഭയമല്ല വേണ്ടത്. ഇന്നതിനെ ഭയം, അന്ന് അത് ഭയം, ഇത് ഭയം, ഒരു രക്ഷയില്ല. പിന്നെ കുറേ നമ്മുടേതായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒന്ന്, ഇന്നത് എനിക്ക് ശരിയാവില്ല, ലിഫ്റ്റ് ശരിയാവില്ല, എസ്കലേറ്റർ ശരിയാവില്ല, ഫ്ലൈറ്റിൽ എനിക്ക് ശരിയാവില്ല, ഇരുണ്ട മുറി അത് ശരിയാവില്ല, ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് ലൈറ്റ് വേണം എനിക്ക് കിടന്നുറങ്ങാൻ, എന്നാൽ ചിലർക്കോ ലൈറ്റ് തീരെ പാടില്ല. ഒരു ഭാഗത്ത് നമ്മൾ ഭയങ്കര ഭക്തനാണ്, ഇതാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആദ്യത്തെ ദൈവീ സമ്പത്ത് എന്ന് പറയുന്നതിലെ പരമപ്രധാനമായിട്ടുള്ളതാണ് ഒന്നാമത്തത് അഭയം. എവിടുന്നാണ് ഈ ഭയം ഉണ്ടാവുന്നത്? രണ്ടിൽ നിന്നാണ്. ദ്വിതീയാദ് വൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി. രണ്ടിൽ നിന്ന് ഭയമുണ്ടാകുന്നു, ഭ്രമമുണ്ടാകുന്നു. വാസ്തവത്തിൽ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ അതെൻ്റെ ഒരു അംഗം തന്നെയാണ്, അല്ലെങ്കിൽ അതെന്താണോ അത് തന്നെയാണ് ഞാൻ. എങ്ങനെ നിങ്ങൾ നോക്കിയാലും പാരമാർത്ഥിക തലത്തിൽ ഒരു ബോധം എന്ന നിലയിൽ നോക്കിയാൽ പിന്നെ അതിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല, പിന്നെ രണ്ടില്ല അവിടെ. ഇനി അതല്ലാതെ ഈ ആധുനിക ശാസ്ത്രരീത്യ മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഏതിനെ നോക്കിയാലും അതെന്താണ്? അത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ പോലും അതെന്താണെന്ന് നിങ്ങൾ അതിനെ വിശകലനം ചെയ്താൽ, അതിനെ ഡയഗ്നോസ് ചെയ്താൽ അത് തന്നെയാണ് നമ്മളും. ഇതാണ് വാസിഷ്ഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ പാതാളേ ഭൂതലേ വാപി ധീരതത്ര ന മുഹ്യതി. അതുകൊണ്ട് രാമ, സർവത്ര പഞ്ചഭൂതാനി, എല്ലായിടത്തും പഞ്ചഭൂതങ്ങളല്ലാതെ നിനക്ക് മറ്റൊന്നിനെ കാണാൻ കിട്ടില്ല. ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ, കിഞ്ചിത് ഷഷ്ടം, ഒരൽപ്പം ആറാമത്തേത് എന്ന് പറയാൻ എന്തെങ്കിലും ന വിദ്യതേ, ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ധീരാഹ, പണ്ഡിതന്മാർ, നമുക്കിത് അവർ മോഹിക്കുന്നുമില്ല. ഈ വ്യാമോഹമോ ഭയമോ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് തന്നെ എനിക്ക് എന്തിനെയൊക്കെയാണ് ഭയം? അയ്യോ, എനിക്ക് എൻ്റെ ചേട്ടനെ ഭയം, ഭർത്താവിന്. എന്തിന്? നിങ്ങൾക്ക് എന്തിനാ ഭയം അദ്ദേഹത്തിന്? അയ്യോ, എനിക്ക് അങ്ങനെ പേടിയാ. എന്തിന്? ചിലർ പറയുന്നത്, വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ പേടി, എനിക്ക് എൻ്റെ അച്ഛനെ പേടി, എനിക്ക് എൻ്റെ അമ്മയെ പേടി, കുട്ടികളെ പേടി, നാട്ടുകാരെ പേടി, അവരെ പേടി, ഇവരെ പേടി, ദൈവത്തെ പേടി, ഇങ്ങനെ എനിക്ക് പേടിയുണ്ട് ഇവരെയൊക്കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ലക്ഷണമായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും കൊള്ളരുതായ്മയുടെ ഒന്ന് നിങ്ങൾ തന്നെ പറയുക, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, കൊള്ളാത്തവളാണ് എന്ന്. എനിക്കെൻ്റെ അച്ഛനെ, ഭർത്താവിനെ, ഭാര്യയെ, കുട്ടികളെ, അതിനോടൊക്കെ എനിക്ക് ബഹുമാനമാണ്, സ്നേഹമാണ്, എനിക്ക് അവരിലൊക്കെ ശ്രദ്ധയുണ്ട്, ഒക്കെ വേണ്ടതാണ്. അല്ലാതെ ഭയക്കുന്നത് എന്തിന്? ഭർത്താവിനെ എന്തിനു ഭയക്കണം? ഭാര്യയെ എന്തിനു ഭയക്കണം? വെറുതെ ഈ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ചോദിക്കാറുണ്ട് BP ഉണ്ടോയെന്ന്. ആര് പറഞ്ഞു? ഉണ്ടല്ലോ. അപ്പം മനസ്സിലാവും. ആര് പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ BP? ഒന്നുകിൽ ഭാര്യയെ പേടി, അല്ലെങ്കിൽ ഭർത്താവിനെ പേടി. ആണ് BP, മോഡേൺ BP. അങ്ങനെ ഭയക്കേണ്ടവരല്ല, പേടിക്കേണ്ടവരാണോ ഇവരൊക്കെ? ഈശ്വരൻ ഒരു ഭയവും വേണ്ടാത്തതാണ്. ഈവൻ വിഷപ്പാമ്പോ ക്ഷുദ്രജീവികളോ
കൊടും ക്രിമിനലുകളോ? ഭയമല്ല വേണ്ടത്. ഭയം നിങ്ങളിൽ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു ഗുണവുമില്ല. ഇനി എന്തെങ്കിലും നിങ്ങളിൽ ഗുണം ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഗുണങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരൊറ്റ ഗുണം കൊണ്ട് ധാരാളം. കേട്ടിട്ടുണ്ടോ ഒരു തമാശ? പാമ്പും തവളയും തമ്മിലുള്ളതാണ്. തവള പറഞ്ഞു, എന്നെ എല്ലാവർക്കും ഭയമാണ്. പാമ്പ് പറഞ്ഞു, പിന്നെ എന്നെയാണടാ എല്ലാവർക്കും ഭയം. നമുക്ക് പന്തയം വയ്ക്കാം. ശരി, നീ കടിക്കണം, ഞാൻ വന്ന് മുന്നിൽ നിൽക്കും. ഞാൻ കടിക്കുമ്പോൾ നീ വന്ന് മുന്നിൽ നിൽക്കണം. ഞാൻ മനുഷ്യനെ കടിക്കും, അപ്പം നീ വന്ന് മുന്നിൽ നിൽക്കണം എന്ന് തവള പാമ്പിനോട് പറഞ്ഞു. പാമ്പ് കടിക്കുമ്പോൾ തവള വന്ന് മുന്നിൽ നിൽക്കണമെന്നും ഇതാണ് അവരുടെ ഡീല്. ഓക്കെ, ഉറപ്പിച്ചു. അങ്ങനെ ആദ്യം ഒരാൾ നടന്നു വരുമ്പോൾ പാമ്പ് വന്നിട്ട് ആളെ കാലിന് കടിച്ചു. ആൾ നോക്കുന്ന സമയത്ത് മുന്നിൽ തവളയാണ് പ്രിക്രോം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അയാൾ ധൈര്യമായിട്ട് അങ്ങോട്ട് നടന്നു പോയി. രണ്ടാമത്തെ എന്താ? തവള കടിച്ച് പാമ്പ് വന്ന് മുന്നിൽ നിന്നു. അയാൾ അപ്പം അവിടെ വീണു. പറയാറുണ്ട്, പാമ്പ് കടിച്ച് മരിക്കുന്നത് കൂടുതലും വിഷത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല. നമ്മൾ ആദ്യമേ സ്ഥിരീകരിക്കുന്നു, പാമ്പ് കടിച്ചാൽ മരണം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ മരണം വളരെ എളുപ്പമാകും. ഇപ്പം അങ്ങനെയല്ല, ആൻറ്റി വെനം ഉണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി, പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ പണ്ട് തമിഴിനെ പാമ്പ് കടിച്ചതുപോലെയാവും. പാമ്പ് കടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആമാന്ന്, സർക്കാർ ആശുപത്രിയിൽ നിന്ന് പണ്ട്. അപ്പോൾ നഴ്സ് പറഞ്ഞു ആമയാണ്, കുഴപ്പമൊന്നുമില്ല. പാമ്പ് കടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം ആമാന്ന്. തമിഴ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിലും ഉണ്ട് പ്രശ്നങ്ങൾ. അപ്പം ഇതിനോടൊക്കെ ഭയമുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അതിനെ പേടിയാണ്, ഇതിനെ പേടിയാണ്. പേടിയല്ല, മറിച്ച് അതിൽ നിന്ന് നമുക്ക് അപകടമുണ്ടാക്കുന്ന, നമ്മുടെ ജീവന് ഹാനി ഉണ്ടാക്കാൻ അതിന് സാധിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടുന്നതിൻ്റെ ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ പോലും പറ്റില്ല. നിങ്ങളുടെ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഈ ദൈവസമ്പത്ത് എന്ന് പറയുന്നതിലെ ഒന്നാമത്തത് തന്നെ അഭയം എന്നതാണ്. നിർഭയനായിട്ടിരിക്കുക. എനിക്ക് എന്തിനോടൊക്കെ പേടിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഇട്ടോളൂ. എന്നിട്ട് എന്തിനാണ് എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ ഇതിനോട് പേടിയുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പാമ്പിനെ എനിക്ക് പേടിയാണ്, ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് വല്ല കാട്ടിലൂടെയോ ഇടവഴിയിലോ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പാമ്പുള്ള പ്രദേശമാണെങ്കിൽ നമ്മൾ കരുതൽ വേണം, അതല്ലേ വേണ്ടത്. പേടിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഏതിനോടും. അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നമുക്ക് എപ്പോഴും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം ശ്രദ്ധയാണ്. വരാൻ പോകുന്നുണ്ട്. ഇതിൽ 26 ദൈവീ സമ്പത്തുകളുണ്ട്. ഒന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്, അഭയം. നോക്കാം നമുക്ക് ബാക്കി നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി.